നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പം സഞ്ചരിക്കുന്നവരെ എന്ത് വിളിക്കും? കഴുകന്മാർ പോലും ചെയ്യാത്ത പണിയാണ് ഇക്കൂട്ടർ ചെയ്തത്. ആരോടും യാതൊരു ഉത്തരവാദിത്തമോ പ്രതിബദ്ധതയോ ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയും സ്വന്തം നിലനിൽപ്പിനായി ആരെയും തള്ളിപ്പറയാനും എന്ത് നിലപാട് സ്വീകരിക്കാനും മടിക്കാത്തവർ. ഇതൊക്കെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഞായറാഴ്ച 2 പ്രസംഗങ്ങൾ നടത്തി. 2 വിമർശനാത്മകവും കാലിക പ്രസക്തിയുള്ളതുമാണെങ്കിലും ഇത് പറയാൻ 2 പേർക്കും യോഗ്യതയുണ്ടോ എന്നതാണ് ഏറെ പ്രസക്തമായ ചോദ്യം. പിണറായി മനുഷ്യന്റെ ആർത്തിയെക്കുറിച്ചാണ് ആശങ്ക പ്രകടിപ്പിച്ചത്. ആദ്യം സ്വന്തം അധികാരത്തോടുള്ള ആർത്തി, വിമർശിക്കുന്നവരെ നിലം പരിശാക്കാനുള്ള ആർത്തിയും മാസപ്പടി വാങ്ങിയ മകളുടെ ആർത്തിയും അവസാനിപ്പിച്ചിട്ട് പോരെ നാട്ടുകാരുടെ ചെവിയിൽ വേദമോതാൻ? ഇതൊക്കെ ആരെ കേൾപ്പിക്കാനാണ്? മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും പാർട്ടി അണികളും ഇതൊക്കെ കേട്ട് കൈയടിക്കുമായിരിക്കും. രാജാവ് നഗ്നനാണെന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ തള്ളിമറിച്ചെന്ന് പറഞ്ഞാലും ഏശില്ല. ആദ്യം സ്വയം തെറ്റുതിരുത്താൻ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും തയ്യാറാകണം. മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയമുള്ളൂ എന്നാണല്ലോ മുഖ്യൻ പതിവായി പറഞ്ഞിരുന്നത്. അടുത്ത കാലത്തായി ആ പല്ലവി കേൾക്കാറേയില്ല. ആർത്തിയാണ് അഴിമതികളിലേക്ക് നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. ഈ ആർത്തിയാണ് യാതൊരു സേവനവും ചെയ്യാതെ CMRൽ നിന്ന് കോടികൾ വാങ്ങാൻ എക്സാലോജിക് എന്ന കമ്പനിയെ പ്രേരിപ്പിച്ചത്. അതേക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താൻ മുഖ്യനോ അദ്ദേഹത്തിന്റെ മകളോ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മകൾക്ക് ഷാർജയിൽ കമ്പനി തുടങ്ങാൻ സഹായിക്കണമെന്ന് ഷാർജ ഭരണാധികാരിയോട് ആവശ്യപ്പെട്ടതോ ഭരണാധികാരിയുടെ ഭാര്യയ്ക്ക് കമല വിജയൻ സമ്മാനം നൽകാൻ ശ്രമിക്കുകയും അവരത് നിരസിച്ചു എന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷാണ് വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ കമലയ്ക്ക് മാർത്തിയില്ലേ? സ്വപ്നയുടെ വെളിപ്പെടുത്തലിനെതിരെ മുഖ്യമന്ത്രിയോ ഭാര്യയോ ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല. ക്യാമറ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മരുമകളുടെ അച്ഛന്റെ കമ്പനി വന്നതും ആർത്തിയുടെ ഭാഗമാണെന്ന് ആരോപിക്കുന്നവരെ കുറ്റം പറയാനാകില്ല. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാതെ കേരളീയം പോലുള്ള ആഡംബര പരിപാടികൾ നടത്തുന്നത് ആർത്തി കൊണ്ടായിരിക്കാം. കാരണം ഈ പരിപാടിയുടെ കണക്കുകളുടെ വിവരങ്ങൾ പോലും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, സർക്കാരിനെതിരെ GST കേസ് നടത്തുന്ന വൻകിട ജ്വല്ലറികളെയും മറ്റും പരിപാടിയുടെ സ്പോൺസർമാരാക്കി. ഇനി ഈ കേസുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. സഹകരണ മേഖലയിൽ ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേട് നടക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്തോ പുതിയ കാര്യം പോലെയാണ്. പാർട്ടിക്കാരായ ഉദ്യോഗസ്ഥർ ഭരണസമിതി അംഗങ്ങളായ CPM നേതാക്കളുടെ അനുഗ്രഹ ആശംസകളോടെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കരുവന്നൂർ ബാങ്കിലെ കാര്യം മാത്രം പരിശോധിക്കുമ്പോൾ ഇക്കാര്യം മനസ്സിലാകും. ആ തട്ടിപ്പിനെ ന്യായീകരിക്കുകയും ED അന്വേഷണത്തെ രാഷ്ട്രീയ പകപോക്കലെന്ന് ആക്ഷേപിക്കുകയും ചെയ്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹമാണ് ഇപ്പോൾ ജീവനക്കാരെ നന്നാക്കി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്പമെങ്കിലും മനുഷ്യത്വവും കരുണയും ഉണ്ടെങ്കിൽ കരുവന്നൂരിലെ നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള പണം ആദ്യം നൽകണം. അല്ലാതെ മൈക്കും മൈതാനവും ആൾക്കൂട്ടവും കാണുമ്പോൾ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ED അന്വേഷണം നേരിടുന്ന സഖാക്കളെ മാറ്റി നിർത്താൻ പോലും CPM തയ്യാറായിട്ടില്ല. 2ാം ഭരണത്തിൽ തെറ്റായ പ്രവണതകൾ മുളപൊട്ടിയെന്നാണ് ഗോവിന്ദൻ മാഷിന്റെ കണ്ടെത്തൽ. എന്തോ പുതിയ കാര്യം പോലെയാണ് അദ്ദേഹം ഇതൊക്കെ വിളിച്ചു പറയുന്നത്. 2ാം ഭരണത്തിലല്ല, 1ാം ഭരണത്തിന്റെ അവസാനം മുതൽ അത് തുടങ്ങി മാഷെ. സ്പ്രിംഗ്ലർ കരാർ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയാണെന്ന ആക്ഷേപം വളരെ ശക്തമായിരുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി സ്പേസ് പാർക്കിൽ നൽകിയത് ആരാണ്? സ്വപ്നയെ മുൻനിർത്തി എന്തൊക്കെ തട്ടിപ്പുകളാണ് സർക്കാരിന്റെ ഉന്നതർ നടത്തിയത്? സ്വപ്ന എന്തെല്ലാം വെളിപ്പെടുത്തലുകൾ നടത്തി? എന്നിട്ട് ഒരു പ്രതികരണം പോലും നടത്താൻ CPM നേതാക്കൾ ആരും തയ്യാറായില്ല. കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക് എന്നിവർക്കെതിരെ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ചേർന്നതാണോ? അതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം പാർട്ടി നടത്തിയോ? അന്നൊക്കെ അതിനെ ന്യായീകരിച്ച ഗോവിന്ദനും മുഖ്യമന്ത്രിയും ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വരുന്നത് തങ്ങളുടെ കണ്ടിൽ പൊടിയിടാനാണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. ജനങ്ങളുടെ മുന്നിൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ നഷ്ടപ്പെട്ട് നാണം കെട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വഴിവിട്ട ഇടപാടുകൾക്ക് കുടപിടിക്കാനും മറുപടി നൽകാനും മാത്രം തരം താഴ്ന്നിരിക്കുകയാണ് CPM. ഇടതുപക്ഷത്ത് തന്നെയാണോ തങ്ങൾ നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി MV ഗോവിന്ദനും ആലോചിക്കണം. മുഖ്യമന്ത്രിക്ക് പദവിയിൽ തുടരാൻ ധാർമ്മിക അവകാശമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. സ്വയം തെറ്റിദ്ധരുത്താതെ ഇമാതിരി കവല പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. എല്ലാം ജനത്തിനറിയാം. അവരെ പൊട്ടന്മാരാക്കല്ലേ.